നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് പറയാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ഓരോരോ ദിവസവും ഗുരുവായൂരപ്പന് ഉള്ള പൂജകൾ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു സൂക്ഷിച്ചിരുന്ന പാതാളാഞ്ജനശില എന്ന അപൂർവ അഞ്ജനക്കല്ലുകൊണ്ടുള്ള വിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് ഐതിഹ്യം. വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവ് വഴി കശ്യപ പ്രജാപതിയും പിന്നീട് വസുദേവരും ശ്രീകൃഷ്ണനും ഈ വിഗ്രഹം പൂജിച്ചു എന്നും ഐതിഹ്യം വ്യക്തമാക്കുന്നുണ്ട്. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഇവിടെ വെളുപ്പിന് 3 മണിക്കാണ് നട തുറക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ 5 പ്രധാന പൂജകളും 3 ശീവേലിയും ഉൾപ്പെടെ 12 ദർശനങ്ങളെന്നറിയപ്പെടുന്ന പൂജകളാണ് നടക്കുന്നത്. ഇനി ഉദയാസ്തമയ പൂജയുണ്ടെങ്കിൽ പൂജയുടെ എണ്ണം 21 ആകും. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നിത്യപൂജകളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് നിർമാല്യമാണ്. പുലർച്ചെ 2:30 മണിക്ക് മേൽശാന്തി രുദ്രതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് 3 മണിയോടെ ശ്രീകോവിലിൽ നട തുറക്കുന്നു. നാദസ്വരവും ശംഖനാദവും അലയടിച്ചു വരുന്ന ഈ വേളയിലാണ് ഭഗവാൻ പള്ളി ഉണരുന്നത്. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ ഭഗവാനെ ദർശിക്കുന്നത് പുണ്യകരമായ അനുഭവമാണ്. രാത്രി മുഴുവൻ ശ്രീകോവിലിൽ തങ്ങി നിൽക്കുന്ന ഭഗവത് ചൈതന്യം ഈ സമയം പുറത്തേക്ക് പ്രസരിക്കുകയും ഭക്തിലഹരിയിൽ തൊഴുതു നിൽക്കുന്നവരിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. വ്യാഴ ബുധദോഷമുള്ളവർക്ക് ഏറ്റവും ഗുണകരമാണ് ഈ നിർമാല്യ ദർശനം. അടുത്തത് തൈലാഭിഷേകം, വാഗചാർത്ത്, ശംഖാഭിഷേകം എന്നിവയാണ്. തലേ ദിവസത്തെ ആടയാഭരണങ്ങൾ നീക്കിയ ശേഷം തൈലാഭിഷേകം നടക്കും. ശുദ്ധമായ നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ചക്കിലാട്ടിയ 8 നാഴി നല്ലെണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി ഇല കൊണ്ട് കുടം മൂടിവെക്കും. ഭഗവാന്റെ ദേഹത്തുകൂടി ഒഴുകിയിറങ്ങുന്ന എണ്ണ വിശേഷപ്പെട്ട ഔഷധമാണ്. ഏത് രോഗത്തിനും, വിശേഷിച്ച് വാതരോഗത്തിനും ഈ ഔഷധം ഉള്ളിൽ കഴിക്കുകയോ പുറമേ പുരട്ടുകയോ ചെയ്യാം. വഴിപാടായി കൗണ്ടറിൽ നിന്ന് ഇത് ഭക്തജനങ്ങൾക്ക് ലഭിക്കാൻ സൗകര്യമുണ്ട്. ഇനി തൈലാഭിഷേകം കഴിയുമ്പോഴാണ് വാഗചാർത്ത്. എണ്ണ നിശേഷം തുടച്ചു നീക്കിയ ശേഷം വിഗ്രഹത്തിൽ നെന്മേനി വാഗപ്പൊടി വിതറും. ഇതാണ് വാഗചാർത്ത്. വിഗ്രഹത്തിൽ മുഴുവൻ വാഗപ്പൊടി തൂകിയ ശേഷം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അത് തുടച്ചു മാറ്റും. തുടർന്ന് ശംഖാഭിഷേകമാണ്. വലമ്പിരി ശംഖിൽ തീർത്ഥജലം നിറച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മേൽശാന്തിയും ഓദിക്കനും ചേർന്ന് അഭിഷേകം നടത്തുന്നു. വാഗപ്പൊടിയുടെ അംശവും മന്ത്രപൂരിതമായ തീർത്ഥജലവും ഔഷധ ഗുണമുള്ള വിഗ്രഹത്തിലൂടെ ഒഴുകിയിറങ്ങിയെത്തുന്നതും വിശേഷ ഔഷധമാണ്. ഇത് തീർത്ഥമായി ഭക്തജനങ്ങൾക്ക് വെളിയിൽ ലഭിക്കും. ഇതിനുശേഷം സ്വർണം കൊണ്ടുള്ള കുടത്തിൽ തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു. അടുത്തത് മലർ നിവേദ്യം അലങ്കാരമാണ്. പട്ട് ശിരസിൽ വെച്ച് അതിനുമേൽ സ്വർണ്ണ കിരീടം വെച്ച് വലിയ മാല കഴുത്തിൽ ചാർത്തി 2 വയസ്സ് പ്രായമുള്ള ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കും. പട്ടുകോണകം ധരിപ്പിച്ച് അരഞ്ഞാണമായി മോതിരമാല ചാർത്തി കയ്യിൽ കദളിപ്പഴം കൊടുത്താണ് ഒരുക്കുന്നത്. അപ്പോൾ നിവേദ്യം പതിവുണ്ട്. മലർ, ശർക്കര, കദളിപ്പഴം, നാളികേരം എന്നിവയാണ് നേദ്യ സാധനങ്ങൾ. വെള്ളിപ്പാത്രത്തിലാണ് നേദ്യം ഒരുക്കുന്നത്. അടുത്തത് ഉഷനിവേദ്യമാണ്. ഉഷനിവേദ്യത്തിന് ഉണ്ണിക്കണ്ണന് നെയ്യ്, പായസം, വെണ്ണ, വെള്ളച്ചോറ്, കദളിപ്പഴം, പഞ്ചസാര എന്നിവയാണ് ഇഷ്ടവിഭവങ്ങൾ. അടുത്തത് എതിരേറ്റു പൂജയും ഉഷപൂജയുമാണ്. ഉഷനിവേദ്യം കഴിഞ്ഞ് 5:30 വരെയുള്ള സമയം ദർശനത്തിനുള്ളതാണ്. സൂര്യോദയം ആകുമ്പോഴേക്കും എതിരേറ്റു പൂജ തുടങ്ങും. സൂര്യനെ എതിരേൽക്കുന്ന ചടങ്ങാണ് എതിരേറ്റു പൂജയെന്ന് പറയുന്നത്. ഉദയസമയത്തെ ആശ്രയിച്ചാണ് ഇത് നടത്തുന്നത്.
ഉദയത്തിൽ വ്യത്യാസം വരുന്ന സമയത്ത് ഈ ഒരു പൂജയുടെ സമയത്തിലും വ്യത്യാസം വരും. ഈ സമയത്ത് പുറത്ത് ഉപദേവന്മാരായ ഗണപതി, ശാസ്താവ്, ഭഗവതി എന്നിവർക്ക് നിവേദ്യം നടത്തും. വെള്ളച്ചോറ്, കദളിപ്പഴം, പഞ്ചസാര എന്നിവ ത്രിമധുരത്തോടൊപ്പം ഈ നിവേദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ സമയം തന്നെ ഭഗവാനും പൂജ നടക്കുന്നുണ്ടായിരിക്കും. അടുത്തത് ശീവേലിയാണ്. എതിരേറ്റ് പൂജ കഴിഞ്ഞാൽ ശീവേലിക്കുള്ള ഒരുക്കങ്ങളായി. ആനപ്പുറത്താണ് ശീവേലി നടക്കുന്നത്. ശീവേലിക്ക് തിടമ്പേറ്റാൻ അതിനവകാശമുള്ള 13 ഇല്ലക്കാരിൽ നിന്നും 6 മാസം കൂടുമ്പോൾ 2 പേരെ വീതം തിരഞ്ഞെടുക്കും. 3 പ്രദക്ഷിണമാണ് ശീവേലിക്കുള്ളത്. ആദ്യ പ്രദക്ഷിണത്തിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം കൊടുക്കുന്നത് നേരിൽ കണ്ട ശേഷം 2ഉം 3ഉം പ്രദക്ഷിണം സന്തോഷ സൂചകമായി ഭക്തരോടൊപ്പം നടത്തിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. 6:15 മുതൽ 7 മണിവരെയാണ് ശീവേലിയുടെ സമയം. അതിനുശേഷം പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി നിവേദ്യം പൂജ എന്നിവയാണ്. 7 മണി മുതൽ 9 മണിവരെയുള്ള സമയത്തിലാണ് ഇത് നടക്കുന്നത്. ആദ്യം രുദ്രതീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തും. അത് കഴിഞ്ഞാണ് പാലഭിഷേകം. ഇതിനു വേണ്ടി പശുക്കളെ ദേവസ്വം വളർത്തുന്നുണ്ട്. അതിൽ നിന്നും അന്നന്ന് കിട്ടുന്ന പാലിൻ്റെ പകുതി അഭിഷേകത്തിനും ബാക്കി പാൽപ്പായസത്തിനും ഉപയോഗിക്കും. തുടർന്നാണ് നവകാഭിഷേകം. 9 കുടത്തിൽ നിറച്ച തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത്. 3 ലിറ്റർ വീതം കൊള്ളുന്ന 9 വെള്ളിക്കുടങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാനെ ഉണ്ണികൃഷ്ണനായി ഒരുക്കുന്നു. മഞ്ഞപ്പട്ട് ചുറ്റി കിരീടവും മാലയും ഓടക്കുഴലും പൊന്നരഞ്ഞാണവും ധരിപ്പിച്ച് അരയ്ക്ക് മേലോട്ട് ചന്ദനം ചാർത്തുന്നു. ഒരുക്കം കഴിഞ്ഞ് പന്തീരടി പൂജയാണ്. നിഴലിന് 12 അടി നീളമുള്ള സമയത്ത് നടത്തുന്നതാണ് പന്തീരടി പൂജ. ഈ സമയത്തും നിവേദ്യമുണ്ട്. പായസവും ചോറുമാണ് നേദിക്കുന്നത്. പന്തീരടി പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ്. 4 കുടുംബക്കാർ ഇതിന് അവകാശികളായിട്ടുണ്ട്. മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകമുണ്ട്. വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഗുണകരമാണ്. രോഗങ്ങൾക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. ഇനി രാവിലെ 9 മണി മുതൽ 11:30 വരെ ദർശന സമയമാണ്. അടുത്തത് ഉച്ചപൂജയാണ്. 11:30 മുതൽ 12:30 വരെയുള്ള സമയങ്ങളിലാണ് ഉച്ചപൂജ നടക്കുന്നത്. ഉച്ചപൂജയ്ക്ക് വിപുലമായ ചടങ്ങുകളാണ്. നിവേദ്യമാണ് പ്രധാനം. പാൽപ്പായസം, ത്രിമധുരം, പാലടപ്രഥമൻ, വെള്ളനിവേദ്യം, ഇരട്ടിപ്രഥമൻ എന്നിവയ്ക്ക് പുറമെ 4 കറി നിവേദ്യം എന്നറിയപ്പെടുന്ന കാളൻ, ഓലൻ, എരിശ്ശേരി, നെയ്യിൽ വറുത്ത ഉപ്പേരി തുടങ്ങിയവയും വെണ്ണ, തൈര്, പഴം എന്നിവയും നേദിക്കുന്നു. ഈ സമയത്ത് തന്നെ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന് ഇതേപോലെ തിടപ്പള്ളിയിലിരുത്തി ആഹാരം കൊടുക്കും. നേദ്യം കഴിഞ്ഞാൽ പൂജയാണ്. നടയടച്ചാണ് പൂജ. ഈ സമയം പുറത്ത് ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപതി പാടും. ഭഗവാനെ ചതുർബാഹിയായിട്ടാണ് ഒരുക്കുന്നത്. ശംഖ്, ചക്ര, ഗദാപത്മധാരിയായി കളഭവും ചാർത്തി വിളങ്ങുന്ന ഭഗവാൻ ഈ സമയം ഏറെ സന്തുഷ്ടനാണ്. ഭക്തർ ദർശനം നടത്തേണ്ട വിശേഷപ്പെട്ട സമയമാണ് ഇത് എന്ന് പറയാം. ഉഷപൂജ കഴിഞ്ഞ് 1 മണിക്ക് മുൻപ് നടയടക്കും. ഇനി കാഴ്ച ശീവേലി വൈകിട്ട് 4:30 മുതൽ 5 മണി വരെയാണ്. വൈകുന്നേരം 4:30ക്കാണ് നട തുറക്കുന്നത്. തുറന്നാൽ ഉടൻ തന്നെ ശീവേലി നടത്തുന്നു. ഉച്ചയ്ക്ക് നടത്തേണ്ട ശീവേലി ഇവിടെ വൈകിട്ട് 4:30ക്കാണ് നടത്തുന്നത്. 3 ആനകളാണ് എഴുന്നള്ളത്തിന്. നടുവിലുള്ള ആനപ്പുറത്ത് ഭഗവാനും അകമ്പടിയായി നെറ്റിപ്പട്ടം കെട്ടിയ 2 ആനകളും. 5 മണി മുതൽ ദർശന സമയമാണ്. ശേഷം 6:15 മുതൽ 6:45 വരെയായിട്ട് ദീപാരാധന നടത്തും. അസ്തമയ സമയത്താണ് ദീപാരാധന നടത്തുന്നത്. സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ വെള്ളിവിളക്കിൽ കത്തിച്ച ദീപം കൊണ്ടാണ് ആരാധന നടത്തുന്നത്. അമ്പലം മുഴുവൻ ഈ സമയം ദീപം കൊണ്ട് അലങ്കരിക്കുന്നു. ശേഷം അത്താഴ പൂജ നിവേദ്യമാണ്. രാത്രി 7:30-നും 8:15-നും ഇടയിലാണ് ഇത് നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. നിവേദ്യത്തോടൊപ്പമാണ് പൂജ. അവൽ, വെള്ളനിവേദ്യം, പഴം, പഞ്ചസാര, കരോലപ്പം, പാലടപ്രഥമൻ, പഞ്ചസാര പായസം തുടങ്ങിയവയാണ് നേദ്യ വിഭവങ്ങൾ.
അപ്പവും അടയും വച്ചുള്ള അത്താഴ പൂജ ഭഗവാനു പ്രിയപ്പെട്ടതാണ്. കൊല്ലത്തിലൊരിക്കൽ നിറപുത്തരി ദിവസം ഉപ്പുമാങ്ങ വെച്ച് പൂജയും പതിവുണ്ട്. ഇനി അടുത്തതായിട്ട് 8:45 മുതൽ 9 മണി വരെ അത്താഴ ശീവേലിയാണ്. മൂന്നാമത്തെ ശീവേലി തുടങ്ങുന്നത് അത്താഴ പൂജ കഴിഞ്ഞാണ്. ക്ഷേത്രം മുഴുവൻ ദീപം കൊണ്ട് അലങ്കരിച്ചിരിക്കും. 3 പ്രദക്ഷിണം കഴിഞ്ഞാണ് ഭഗവാൻ അകത്തേക്ക് പോകുന്നത്. ഇനി 9 മണി മുതൽ 9:15 വരെ തൃപ്പുക ഓല വായനയാണ്. അത്താഴ ശീവേലി കഴിഞ്ഞാലുടൻ തൃപ്പുകയാണ്. 8 തരത്തിലുള്ള ഔഷധ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചു ചേർത്ത് ഭഗവാനെ പുകയ്ക്കുന്നു. ഈ സമയം അതീവ ഹൃദ്യമായ സുഗന്ധം ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കും. ഇത് ശ്വസിക്കുന്നതും ശരീരത്തിലേൽക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. രോഗശാന്തിക്കും ദോഷശമനത്തിനും ഇതേറെ ഗുണം ചെയ്യും. തൃപ്പുക കഴിഞ്ഞാൽ ഓലവായനയാണ്. കലവറയിൽ നിന്ന് അന്നത്തെ ആവശ്യങ്ങൾക്ക് എടുത്ത സാധനങ്ങളുടെ അളവും വിവരങ്ങളും ഓലയിൽ രേഖപ്പെടുത്തി ഭഗവാനെ വായിച്ചു കേൾപ്പിക്കും. അതിന് നിയോഗിക്കപ്പെട്ട ആൾ ഓല ഉറക്കെ വായിച്ച ശേഷം നടയിൽ വയ്ക്കുന്നു. രാത്രി 9:15 നടയടക്കുന്നു. നടയടച്ച ശേഷം ഭഗവാന്റെ സഹോദരീ സങ്കല്പത്തിലുള്ള ഉപദേവതയായ ഇടത്തരികത്ത് കാവ് ഭഗവതിക്ക് അഴൽ നേദിക്കുക എന്ന ചടങ്ങും ക്ഷേത്രത്തിലുണ്ട്. പച്ചരി, വെള്ളരി, നാളികേരം എന്നിവ വെച്ച് വാഴത്തണ്ടിൽ തുണി ചുറ്റി എണ്ണയിൽ നനച്ച് കത്തിച്ച് ദേവിക്ക് അഗ്നി നേദിക്കുന്ന ചടങ്ങാണ് അഴൽ നേദ്യം. നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ചടങ്ങുകൾ 12 ദർശനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 12 ദർശനങ്ങൾ കണ്ട് ഭജനമിരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. കൃഷ്ണനാട്ടമാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാട്. ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഉച്ചപൂജ വരെയുള്ള പൂജകളുടെ സമയങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ ഉള്ളതിൽ നിന്ന് മാറ്റമുണ്ടാകും. അന്നേ ദിവസം നടയടക്കാൻ ഏകദേശം രാത്രി 10 മണിയാകും. ആത്മസമർപ്പണത്തോടെ ആചാര്യന്മാർ നൂറ്റാണ്ടുകളായിട്ട് നടത്തുന്ന പൂജാകർമ്മങ്ങളും നിഷ്ഠയും ഉപാസനയുമാണ് ഗുരുവായൂരിലെ ചൈതന്യത്തിൻ്റെ കാരണം. വ്യത്യസ്ത ഭാവങ്ങളിലും രൂപങ്ങളിലുമാണ് ദിവസത്തെ ഓരോ നേരവും ഗുരുവായൂരപ്പൻ ദർശനം നൽകുന്നത്. വ്യത്യസ്ത സമയങ്ങളിലെ ഈ ദർശനങ്ങൾക്ക് ഓരോ ഫലങ്ങളാണെന്നാണ് വിശ്വാസം. ഓരോ ദർശനങ്ങളുടെയും പുണ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി ഒന്ന് നോക്കാം. നിർമാല്യം. ഗുരുവായൂരപ്പനെ നിർമാല്യ ദർശനം നടത്തുന്നത് വിശ്വാസികളെ സർവ്വപാപങ്ങളും അകറ്റി നിർമ്മലരാക്കുന്നു എന്നാണ് വിശ്വാസം. വിശ്വരൂപ ദർശനമാണ് നിർമാല്യ സമയത്തുള്ളത്. വാഗച്ചാർത്ത്. ഗുരുവായൂരപ്പൻ്റെ വാഗച്ചാർത്ത് ദർശിച്ചാൽ അരിഷ്ടതകളിൽ നിന്ന് മോചനം നേടാം. തൈലാഭിഷേക ദർശനം. രോഗങ്ങളിൽ നിന്നും മോചനമാണ് തൈലാഭിഷേക ദർശനം നൽകുന്നത്. പാലഭിഷേകം. പാലഭിഷേകത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ബാലഗോപാല ഭാവം. സന്താനങ്ങളുടെ ദുരിതവും കഷ്ടതയും മാറ്റുവാൻ ബാലഗോപാല ഭാവത്തിലുള്ള ദർശനം മതിയാകും. ശംഖാഭിഷേകം. ജീവിതത്തിലെ ദാരിദ്ര്യം മാറ്റി ധനാഭിവൃദ്ധിക്ക് ശംഖാഭിഷേക സമയത്ത് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. പന്തീരടി പൂജ. മനസമാധാനം, നേത്രരോഗശമനം എന്നിവയാണ് പന്തീരടി പൂജ നൽകുന്ന ഫലങ്ങൾ. ശീവേലി തൊഴുതാൽ കേസുകളിലും വഴക്കുകളിലും വിജയം നൽകും. ശ്രീഭൂതബലി. സന്താനഭാഗ്യം, ധനം എന്നിവ ലഭിക്കുന്നതിന് ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിയിൽ പങ്കെടുക്കാം. ദീപാരാധന. ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ദാമ്പത്യ വിജയം, പ്രണയസാഫല്യം എന്നിവയാണ് ഫലം. അത്താഴപൂജ. ദാരിദ്ര്യവും രോഗങ്ങളും എല്ലാം മാറ്റി ജീവിതത്തിൽ കീർത്തിയും ഉയർച്ചയും വരുവാൻ അത്താഴപൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. തൃപ്പുക. തൃപ്പുക സമയത്ത് ദർശനം നടത്തുന്നത് മോക്ഷലബ്ധി നൽകുമെന്നാണ് വിശ്വാസം. വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുവാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുത്ത് ദർശനം നടത്തിയാൽ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. വൈശാഖമാസം, അക്ഷയതൃതീയ, അഷ്ടമി രോഹിണി, നവരാത്രി ദിവസങ്ങൾ, ചിങ്ങമാസത്തിലെ തിരുവോണം, മേടവിഷു, ഏകാദശി, ദ്വാദശി തുടങ്ങിയവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷ ദിവസങ്ങൾ. വൈശാഖമാസമാണ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ചും ആ സമയത്ത് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, നെയ്വിളക്ക്, മഞ്ഞപ്പട്ട്, കദളിപ്പഴ സമർപ്പണം, തിരുമുടിമാല, തുലാഭാരം, പാൽപ്പായസ നിവേദ്യം, അന്നദാനം
തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഉദയാസ്തമന പൂജ കഴിക്കുന്നതും വിശ്വാസികൾക്ക് ആഗ്രഹ സാഫല്യവും ഗുണഫലങ്ങളും നൽകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഭഗവാന്റെ ഓരോ ദർശനത്തിൻ്റെയും ഫലങ്ങളും അതുപോലെ തന്നെ ഭഗവാന് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളും പറയാമോ എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.